ഹായ് സോൾസ്. ഞാൻ ഒരു കുറച്ച് ദിവസം മുന്നേ ഒരു നോ തോട്ട് മെഡിറ്റേഷനിലിരുന്നു. ലൈക്ക് ഒരു ഫുൾ ഡേ മെഡിറ്റേഷൻ പോലെ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ എനിക്കിങ്ങനെ ഞാനിങ്ങനെ എഴുതി എനിക്കത് യൂണിവേഴ്സ് പറയുന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ജേർണൽ എഴുതുന്നത്. ജേർണൽസ് മീൻസ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാറുണ്ട്. അതല്ലാതെ നമുക്കിങ്ങനെ എഴുതാനൊക്കെ ഉള്ള കാര്യം അങ്ങനെ ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് മെയിൻലി പറയുന്നത് സൈലൻസിനെ കുറിച്ചിട്ടാണ്. ഞാൻ അത് വായിക്കാം കേട്ടോ. എനിക്കത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇവിടെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, എൻ്റെ വേക്കൻ സോളിൻ്റെ, അപ്പോൾ അതിന് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ യൂട്യൂബിലത് എനിക്ക് സമയം കിട്ടിയില്ല, അപ്പോൾ എനിക്കിപ്പോൾ തോന്നിയത് ഷെയർ ചെയ്യാൻ. ഓക്കെ, ഞാനത് ഷെയർ ചെയ്യാം. ഓക്കേ. അർത്ഥശൂന്യമായ വാക്കുകളേക്കാൾ നല്ലത് ആണ് അർത്ഥമുള്ള വരികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ കുറേ പറയുമ്പോൾ അങ്ങനെ അത് വലിയ കാര്യമാക്കില്ല. പക്ഷെ നമ്മളിങ്ങനെ പാട്ട് രീതിയിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ജേണൽ രീതിയിലൊക്കെ എഴുതി പറയുമ്പോൾ അത് ഒന്നുകൂടി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. പിന്നെ പറയുന്നത്, ഓരോ നിലവിനും നീ മാത്രമുള്ളൂ ജഗദീശ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ നിലവിനും എന്ന് പറയുന്നത്, നിലവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സെക്കൻഡിലും നമ്മൾക്ക് സ്വന്തമെന്ന് പറയാനുള്ളത് നമ്മുടെ ആ ഒരു യൂണിവേഴ്സ്, നമ്മൾ വിശ്വസിക്കുന്ന ഏതൊരു ശക്തി അതാണെന്നാണ് പറയണത്. നിൻ കൃപയാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ നിധി അല്ലെങ്കിൽ സമ്പത്ത്. നിൻ്റെ ബ്ലെസ്സിങ്സാണ്. നമുക്ക് ലൈഫിൽ എപ്പോഴും വേണ്ടത് ബ്ലെസ്സിങ്സാണ്. എന്നുവെച്ചാൽ പല സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. കുറേ ഫിനാൻഷ്യലി നമ്മൾ നല്ല സൗണ്ടായിരിക്കും, പക്ഷേ ചില സിറ്റുവേഷൻസ് വരുമ്പോൾ, ഇപ്പോൾ ഞാനിപ്പോൾ എക്സാമ്പിൾ കൊറോണ എടുക്കുകയാണെങ്കിൽ, ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. ഏതോ ഒരു പ്ലേസിൽ, ടർക്കിയോ ഏതോ പ്ലേസിലുണ്ടായിരുന്നു, വലിയൊരു ധനികനാണ്, കോടിക്കണക്കിന് പൈസയുണ്ട്, പക്ഷേ ആ പൈസ കൊണ്ട് ഹെൽത്തിന് അത് ഉപകാരപ്പെടുന്നില്ല. അപ്പോൾ അങ്ങേര് പറഞ്ഞത്, ഞാൻ ഇത്രയും എൻ്റെ ഹെൽത്ത് കളഞ്ഞിട്ട് ഞാൻ ഇത്ര ഉണ്ടാക്കിയ പൈസയാണ്, ആ ഒരു പൈസ എനിക്ക് എൻ്റെ ആരോഗ്യത്തിന് ഹെൽപ്പായിട്ടില്ല, അപ്പോൾ സ്ട്രീറ്റിലേക്ക് അത് ആൾക്കാർക്ക് കൊടുത്തോളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ വേണ്ടത് എന്താണ്? ബ്ലെസ്സിങ്സ്. ആ യൂണിവേഴ്സിന് ബ്ലെസ്സിങ്സ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു പേഴ്സൺ അവിടെ മരണപ്പെടില്ലായിരുന്നു. ആൾ മരണപ്പെട്ടു എന്നാണ് ഞാൻ വായിച്ചത്, ഓർക്കുന്നത്. അപ്പോൾ അവിടെ ഏറ്റവും വലുതായത് ജ്ഞാനം അല്ലെങ്കിൽ ബ്ലെസ്സിങ് ആണെന്നാണ് പറയുന്നത്. നീയാകുന്ന സാഗരത്തിൽ ഞാനൊരു നുള്ള് എന്നുവെച്ചാൽ ഒരു കണിക മാത്രം ആണ്. കാരണം യൂണിവേഴ്സ് എന്ന് പറയുന്നത് തീരാത്തൊരു വലിയൊരു, യൂണിവേഴ്സിൻ്റെ കയ്യിൽ അത്രയും ബ്ലെസ്സിങ്സും അത്രയും അബണ്ടൻസ് ഉണ്ടെന്നാണ് പറയുക. അതാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ വെൽത്ത് എത്ര വേണമെങ്കിലും മാനിഫെസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത്. കാരണം നമ്മുടെ അച്ഛൻ്റെ കയ്യിൽ അത്രയും സമ്പത്തുണ്ട്, ലിമിറ്റേഷൻസ് ഇല്ല, അൺലിമിറ്റഡ് ആയിട്ടുള്ള സമ്പത്തുകളുണ്ട്. നിന്നെ മറന്നു ഒരു കണിക പോലുമില്ല, ഒരു സെക്കൻഡ് പോലും നിന്നെ മറന്നുകൊണ്ട് എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ നിന്നെ മറന്നുകൊണ്ട് ഇരിക്കാൻ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മൾ ആ അൾട്ടിമേറ്റ് ആ യൂണിവേഴ്സിലേക്കാണ് നമുക്ക് തിരിച്ചു പോകേണ്ടത്. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത്ര നാളും ഞാൻ എന്തേ അറിഞ്ഞില്ല നിൻ സ്നേഹം നിറഞ്ഞൊഴുകുന്നത്. ഇത്ര നാളും ഞാൻ നിന്നെ അറിയാറുന്നത്, നിൻ്റെ സ്നേഹം, നിൻ്റെ ആ കെയറും, നിൻ്റെ ആ ഒരു നറിഷ്മെൻ്റ് എല്ലാം. ബിക്കോസ് ഞാൻ 3Dയിലായിരുന്നു. അത് പറയുന്നുണ്ട്, നിൻ ആരോമൽ ഉണ്ണിയാവാൻ ഇനിയും എൻ്റെ ജീവിതം എത്രയോ ബാക്കിയാണ്. നിൻ്റെ ആരോമൽ ഉണ്ണി എന്ന് പറയുമ്പോൾ ഡിവൈൻ ചൈൽഡ്. ഇപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണി അല്ലെങ്കിൽ സ്പിരിച്വൽ ജേർണിയിൽ വന്നവർ എല്ലാവരും യൂണിവേഴ്സിൻ്റെ മക്കളാണ്. പക്ഷെ ഇവർക്കൊന്നും കൂടി യൂണിവേഴ്സിൻ്റെ അടുത്ത് നിൽക്കാനുള്ളൊരു ആ ഒരു വൈബ്രേഷൻസ് ഉണ്ട്. ബിക്കോസ് അതിനെക്കുറിച്ച് അറിയാം, സോളും കാര്യങ്ങളെല്ലാം അറിയുന്നത് കൊണ്ട്. പിന്നെ പറയുന്നത്, നിശബ്ദതയിലൂടെ ഞാൻ എന്നെ അറിയുന്നു എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ നിന്നെ മുഴുവനായി അറിയുന്നു. ആ ഒരു സൈലൻസിലാണ്, നമ്മൾ ഈ സൈലൻസ് ഇരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ സോളുമായിട്ട് കണക്ട് ചെയ്യുന്നത്. സോൾ എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ഹയർ സെൽഫ്, യൂണിവേഴ്സിൻ്റെ ആ ഒരു അഡ്വൈസസും കാര്യങ്ങളുമാണ് നമ്മളിലേക്ക് എത്തുന്നത്. ഇത്ര നാൾ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു, ഇന്നു ഞാൻ അറിഞ്ഞു നീയല്ല, ഞാൻ തന്നെയാണ് എൻ്റെ വേദനയുടെ കാരണക്കാരി. നമ്മൾ വായിക്കുന്നത് കാരണം എങ്ങനെ എടുക്കാം. അപ്പോൾ ഞാൻ മെയിലായതുകൊണ്ട് കാരണക്കാരി എന്നാണ് എഴുതിയത്.
ഇത്ര നാളും നമ്മൾ കുറ്റപ്പെടുത്തുമായിരുന്നു യൂണിവേഴ്സിനെ. എന്താണ് യൂണിവേഴ്സ്, അല്ലെങ്കിൽ എന്താണ് ദൈവമേ എനിക്ക് ഇങ്ങനെ തന്നത്, എൻ്റെ ഒരു ജീവിതം, മറ്റുള്ളവർക്ക് നല്ല ലൈഫ്, എനിക്ക് ഇങ്ങനത്തെ ലൈഫിന് എപ്പോഴും കമ്പാരിസൺ, കരച്ചിലും വീഴ്ചയിലൊക്കെ ആയിരുന്നു. ഇപ്പം മനസ്സിലായി, യൂണിവേഴ്സ് അല്ല കാരണക്കാരൻ, നമ്മൾ തന്നെയാണ് നമ്മുടെ സോൾ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ വിധി എഴുതി വെച്ചത്. ആത്മാവ് ശരീരത്തിൽ എത്തിയപ്പോൾ ഞാൻ ആ സൗമ്യമായ ലോകം മറന്നുപോയി. ഞാൻ വന്നതും എൻ്റെ പർപ്പസും എല്ലാം എൻ്റെ സോളിൻ്റെ ആ ഒരു മായാലോകത്തിൽ വിട്ടപ്പോൾ, ആ സുഖ സൗകര്യത്തിൽ മതി മറന്നു പോയപ്പോൾ ഞാൻ എന്നെ മറന്നു. ശരിയാണ്, നമ്മൾ സോളായിട്ട് വന്നു, പക്ഷെ ശരീരം എടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ വന്ന പർപ്പസ് മറന്നു പോയി. പകരം നമ്മൾ ഈ ഭൂമിയിലത്തെ പല പല അഡിക്ഷനിലേക്കും അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സുഖഭോഗങ്ങളിൽ മുഴുകിപ്പോയപ്പോൾ ഞാൻ എന്തിനാണ് വന്നത് എന്ന് മറന്നുപോയി. പിന്നീട് എപ്പോഴൊക്കെയോ ഒരു കൊട്ട് കിട്ടിയപ്പോൾ ഞാൻ അറിയാതെ മാനത്തേക്ക് നോക്കി നിന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ പറഞ്ഞു നോക്കുകയാണെങ്കിൽ, ട്വിൻ ഫ്ലെയിം ജേർണിയിൽ സെപ്പറേഷൻസ് വന്നപ്പോഴാണ്, ദാറ്റ് മീൻസ് ആ കൊട്ട് കിട്ടിയപ്പോഴാണ് അപ്പോഴാണ് കരയാൻ തുടങ്ങിയതും. എന്തിനാണ് ഞാൻ ഇത്ര അറ്റാച്ച്മെൻറ്റ് വന്നത്, അല്ലെങ്കിൽ എന്താണ് എൻ്റെ പർപ്പസ്, എന്തിനാണ് ഞാൻ വന്നത്, ഞാൻ ആരാണ് എന്നുള്ള കുറേ ചോദ്യങ്ങൾ അവിടെ ഉത്ഭവിച്ചു. മീൻസ് കൊട്ട് കിട്ടിയപ്പോഴാണ്, കാർമിക്കിൽ നിന്ന് പല രീതിയിലും പെയിനും കിട്ടിയപ്പോഴല്ലേ നമ്മളെ അറിയാൻ സാധിച്ചത്. അതാണ് പറയുന്നത് കേട്ടോ. ഞാൻ വന്നതും ഇതിനല്ല, പകരം എൻ്റെ ഭാരമെല്ലാം അവിടെ തന്ന് അപ്പൂപ്പൻ താടി പോലെ പറന്ന് നടക്കാൻ ആണ് ഞാൻ വന്നത്. ഭാരം കൂടിയപ്പോഴാണ് ഞാൻ അത് മനസ്സിലാക്കിയത്. യെസ്, നമുക്ക് ഭാരം കൂടിയപ്പോൾ ഇപ്പം നമുക്ക് കുറേ വെയിറ്റ് താങ്ങി പോകുമ്പോൾ ഇതെന്താണ് എനിക്ക് ഇത്ര പെയിൻ തരുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഈ ഭാരം കാരണമാണ്. അതുപോലെ നമ്മുടെ കാർമിക് ബാഗേജസ് നമ്മളിങ്ങനെ ഓർമ്മയില്ലാതെ ഇങ്ങനെ ഡെയിലി കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഭാരം ഇങ്ങനെ കൂടി 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 വലിയ കല്ല് പോലെ ആയപ്പോൾ അപ്പോഴാണ് മനസ്സിലായി ഇത് ഇനി താങ്ങില്ല. അപ്പോൾ നമ്മളോട് കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്തു. ഞാനാണ് നീയാണ് ഞാൻ, തത്വമസി. അതെ, തത്വമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും നീയും എല്ലാം ഒന്നാണ്. ഓക്കെ, ഇതറിയാൻ ഞാൻ എൻ്റെ 18 പാഠങ്ങളും പഠിക്കേണ്ടി വന്നു. 18 പാഠങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് തത്വമസി 18ാം പടി കടന്നിട്ടാണ് നമ്മൾ എന്ത് കാണാൻ, മീൻസ് അയ്യപ്പനെ കാണാൻ സാധിക്കാം. അതെന്ന് പറഞ്ഞാൽ 18 പടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് ചാലഞ്ചസാണ്. നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ ഈഗോ അല്ലെങ്കിൽ നമ്മുടെ അഹങ്കാരം, എന്താ പറയുക, നമ്മുടെ എല്ലാ നെഗറ്റീവ് എല്ലാ മോഹങ്ങളും എല്ലാം അവിടെ ത്യജിച്ചിട്ടാണ് ആ ഒരു 18 പടി എന്നുള്ള സിഗ്നിഫിക്കൻസ് അതാണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീ പുരുഷനെന്ന് എടുക്കുകയാണെങ്കിൽ സ്ത്രീയുടെ 9 വികാരങ്ങൾ അല്ലെങ്കിൽ ആണിൻ്റെ അങ്ങനെ സെപ്പറേഷൻ ആയിട്ടല്ല അങ്ങനെ പറയാം. അത് രണ്ടും അതിൽ കുറേ ഉണ്ട്. ഈ 18 പടികൾക്കും ഓരോരോ പോയിൻറ്റ്സുകളുണ്ട്. അത് ഞാനിവിടെ പറഞ്ഞിട്ടില്ല, ഞാനത് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതൊക്കെ കടന്നതിന് ശേഷമല്ലേ ആ ഒരു യൂണിവേഴ്സിനെ കാണുന്നത്. ആ ഒരു 18ൻ്റെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഭാരരഹിതയായി ആ വിഷ്ടം ഞാൻ എന്നും പൂമ്പാറ്റ തേൻ നുകരുന്നത് പോലെ മതിയാവോളം നുകരുന്നു. ഞാനിപ്പോഴാണ് എൻ്റെ ഈ പൂമ്പാറ്റൻ തേൻ നുകരുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജ്ഞാനം കുടിച്ചുകൊണ്ടിരിക്കും. ജ്ഞാനം കിട്ടിയപ്പോൾ, സോളിന് വിസ്റ്റം കിട്ടിയപ്പോൾ മനസ്സിലായി എൻ്റെ പർപ്പസ് ഇതായിരുന്നു. ഞാൻ വേറെ വഴിയിലൂടെയാണ് പോയത്. കാരണം യൂണിവേഴ്സിനറിയാം, യൂണിവേഴ്സ് നമ്മളെ ആ ഒരു വഴിയിലൂടെ, നമ്മൾ 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ റൈറ്റും ലെഫ്റ്റും ഉണ്ടെങ്കിൽ റൈറ്റിലൂടെ നമുക്ക് പോകേണ്ടത്. പക്ഷെ നമ്മൾ തെറ്റിയിട്ട് ലെഫ്റ്റിലൂടെ പോയപ്പോൾ അവിടെ കൊട്ട് കിട്ടിയപ്പോൾ തിരിഞ്ഞു നോക്കി നമ്മളുടെ പാത്ത് കറക്റ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ പാത്ത് കറക്റ്റ് ചെയ്ത് പോകുമ്പോൾ പല രീതിയിൽ ഇപ്പോൾ നമ്പേഴ്സായിട്ടും പല രീതിയിലും കാണും. എല്ലാത്തിനും മീനിങ് തേടി പോകണ്ട. എല്ലാം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കറക്റ്റ് പാതയിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കൂ എന്നൊക്കെയാണ്. ഓക്കെ, ബൈ യൂണിവേഴ്സ്. പിന്നെ നിന്നെ മറന്നു പോയാൽ ഇനി പറയാണ്, ഇനി നീ നിന്നെ മറന്നു പോയാൽ ഞാൻ ഭൂതത്തിൻ്റെ പിടിയിലാകും. ഈ ഭൂതമെന്ന് പറയുന്നത് 3D മെട്രിക്സ് അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് വേൾഡാണ്. ഈ ബോഡി കോൺഷ്യസ് ആയിട്ടുള്ള എന്തും ഭൂതത്തിൻ്റെ പിടിയിൽ. അപ്പോൾ ഇനി ഭൂതത്തിൻ്റെ പിടിയിൽ പോവാതെ നീ നിന്നിലേക്ക് നോക്കാനാണ് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് സൈലൻസ് എന്നാണ് പറയുന്നത്, നോ തോട്ട് ചെയ്യാൻ. കാരണം അപ്പോഴാണ് ഞാൻ എന്നെ അറിയാൻ സാധിക്കുന്നത്. സോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ജേർണൽ എഴുതുന്നത്. അത് ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല. എനിക്ക് നോ തോട്ടിലിരിക്കണമെന്ന് 2 days ഇരിക്കണമെന്ന് ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് പല രീതിയിലുള്ള ചലഞ്ചസും വരാറുണ്ട്. അപ്പോൾ റീഡിങ്ങിൻ്റെ അങ്ങനെ മെസ്സേജസും കാര്യങ്ങളും വരുമ്പോൾ എനിക്കത് ഇരിക്കാൻ സാധിക്കാറില്ല. പിന്നെ ഒരു ദിവസം ഞാൻ വിചാരിച്ചു കംപ്ലീറ്റ്ലി ഞാൻ ഇതിന് വേണ്ടി മീൻസ് കൊടുക്കണം എന്ന് കരുതി ഞാൻ ഇതിലേക്ക് ഓപ്റ്റ് ചെയ്തു. അങ്ങനെ ഞാൻ കംപ്ലീറ്റ്ലി ഇരുന്നപ്പോഴാണ് എനിക്കിങ്ങനെ
എഴുതണം തോന്നി ഞാൻ ഇങ്ങനെയൊന്നും എഴുതിയിട്ടില്ല ഇതുവരെ. യൂണിവേഴ്സിൻ്റെ ആ ഒരു മെസ്സേജസ് ആയിട്ടാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്, കൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കത് ഹെൽപ്പായിട്ട് തോന്നിയാൽ എടുക്കുക. മെയിൻലി ഇതിൻ്റെ ഒരു അംശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് പറയുന്നത് വെച്ചാൽ സൈലൻസിലിരുന്ന് കൊണ്ട് നമ്മൾ സോളുമായിട്ട് കണക്ട് ചെയ്തിട്ട് 3Dയിൽ പെട്ടു പോവാതെ നമ്മൾ നമ്മളുടെ സോൾ പർപ്പസുമായിട്ട് പോവുക. ഈ കുറേ പേർക്ക് സോൾ പർപ്പസ് അറിയാത്തവരുണ്ടായിരിക്കും, പക്ഷെ മെല്ലെ മെല്ലെ ഹീലിംഗ് ജേണിയിൽ ഒരു സ്റ്റെപ്പ് എത്തുമ്പോഴായിരിക്കും നമുക്ക് ഈ സോൾ പർപ്പസ് റിവീൽ ആവേണ്ടത്. അപ്പോൾ അതിന് മുന്നേ നമുക്കിത് അറിയണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ നടക്കില്ല, ഡിവൈൻ ടൈമിങ്ങിൽ നടക്കും. അപ്പോൾ ഇതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു.